ഈ ചെറിയ പച്ചക്കായയും കൂടെ ഒരു ക്യാരറ്റും ചേർത്ത് ചോറിന് വേണ്ടി ഉണ്ടാക്കുന്ന നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. ഇത് മുളക് പൊടിയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. കായ ഒരല്പം വിളഞ്ഞതാണെങ്കിൽ അതിൻ്റെ തൊലി കളയണം. മൂക്കാത്ത കായയാണെങ്കിൽ അത് തൊലിയോടെ തന്നെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി ക്യാരറ്റും കൂടെ ചേർത്ത് എരിവിന് 2-3 പച്ചമുളകും പിന്നെ ടേസ്റ്റിനായിട്ട് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്. ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആ കഷ്ണങ്ങളുടെ ഒപ്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും. ഇനി വലിയൊരു സവാള ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇതേപോലെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു കളറായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ വേവിച്ച കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചതിന് ശേഷം ഇത് വിളമ്പാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചിക്കൻ ക്യൂബ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പകരം സവാളയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് അതും കൂടെ വഴറ്റിയെടുത്താൽ മതി. ഈ കറി വിളയാത്ത ഏത് കായ വെച്ചും തയ്യാറാക്കാവുന്നതാണ്. എടുക്കുന്ന കായയ്ക്കനുസരിച്ച് വേവിൻ്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും കഞ്ഞിയുടെ കൂടെയാണെങ്കിലും ഇനി വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല സ്വാദാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.